യാക്കോബായ സഭയുടെ പുതിയ അധ്യക്ഷനായി ബസേലിയോസ് ജോസഫ് കത്തോലിക്ക ബാവ സ്ഥാനമേറ്റു. സഭാ ആസ്ഥാനമായ പുത്തൻകുരിശ് പത്രിയാർക്ക സെന്ററിലെ സ്ഥാനാരോഹണ ചടങ്ങുകൾക്ക് ശേഷം അനുമോദന പൊതുസമ്മേളനവും നടന്നു. സഭയിൽ ശാശ്വതമായ സമാധാനമുണ്ടാകണമെന്നാണ് ആഗ്രഹമെന്ന് കത്തോലിക്ക ബാവ പ്രതികരിച്ചു. ലെബനോനിൽ നിന്നും ഞായറാഴ്ച ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയെ സഭയിലെ മെത്രാപ്പോലിത്തമാരും വൈദികരും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് പുത്തൻകുരിശിലെ സഭാ ആസ്ഥാനത്തേക്ക് സെന്റ് അത്തനേഷ്യസ് കത്തീഡ്രലിൽ നടന്ന സുന്ത്രോണിസോ ശുശ്രൂഷയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ പൂർത്തിയായി. എബ്രഹാം മോർ സെവേറിയോസ് വലിയ മെത്രാപ്പോലിത്ത കാർമ്മികത്വം വഹിച്ചു. പാത്രിയർക്കീസ് ബാവയുടെ പ്രതിനിധി ബെയ്റൂട്ട് ആർച്ച് ബിഷപ്പ് ഡാനിയൽ മാർ ക്ലീമിസ്, ഹോംസ് ആർച്ച് ബിഷപ്പ് മാർ തിമോത്തിയോസ് മത്ത അൽ ഖൂറി, ആലപ്പോ ആർച്ച് ബിഷപ്പ് മാർ ബൗട്രോസ് അൽക്കീസിസ് തുടങ്ങിയവർ സഹകാർമ്മികരായി. സ്ഥാനാരോഹണ ചടങ്ങിന് ശേഷം 6 മണിയോടെ അനുമോദന യോഗം. സഭാതർക്കത്തിൽ കേസുകളുമായി മുന്നോട്ടു പോകാതെ ഒരുമിച്ചിരുന്ന് പരിഹാരം കാണണമെന്നാണ് ആഗ്രഹമെന്ന് കാതോലിക്ക ബാവ പറഞ്ഞു. വ്യവഹാരത്തിൽ മരിക്കുന്ന ഒരു സഭയിലെ ഒരു മേൽപ്പട്ടക്കാരനായ ഒരു സഭയുടെ ഒരു അഭിഷിക്തനായോ മരിക്കാൻ എനിക്കിടയാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ്. ദേവലോകത്തെ കാതോലിക്ക ബാവ, ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിൻ്റെ കാതോലിക്ക ബാവ ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാൻ തയ്യാറാണ്. ആരുമായിട്ടും സംസാരിക്കുവാൻ തയ്യാറാണ്. അവിടെയെല്ലാം സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കാം. അന്ത്യോക്യയിൽ നിന്നുള്ള സന്ദേശം പാത്രിയർക്കീസ് ബാവയുടെ പ്രതിനിധി യോഗത്തിൽ വായിച്ചു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ആർച്ച് ബിഷപ്പ് മാത്യൂസ് മാർ ഇവാനിയോസ് അധ്യക്ഷനായിരുന്നു. കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാത്തോലിക്ക ബാവയും ഇതര സഭാധ്യക്ഷന്മാരും മന്ത്രി പി രാജീവും മറ്റു ജനപ്രതിനിധികളും പങ്കെടുത്തു. തിയോഫിൻ, കൈരളി ന്യൂസ്, കൊച്ചി.